Good evening. Now we are going to look upon an essay, Dream Children, a Reverie by Charles Lamb. So, this is the last essay prescribed in the third module of British Literature 2. Reverie means a daydream. ദേവാസ്വപ്നം അല്ലെങ്കിൽ പകൽ സ്വപ്നം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒന്നാണ് റെവറി എന്ന് പറയുന്നത്. So before going to the essay part, just have a look upon the writer, that is Charles Lamb. Charles Lamb was an essayist, critic, poet and playwright. He achieved lasting fame as a writer during the years 1820 and 25. So 1820ക്കും 25നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഫേമസ് ആയത്. He was the son of John and Elizabeth Field Lamb. He met Samuel Taylor Coleridge, who was the greatest poet of Romantic age in English literature, at Christ Hospital, a London charity school of merit. Coleridge was Lamb's close friend for the rest of their lives and who helped stir his growing interest in poetry. So Coleridge had played a major role in Lamb's poetic life. Lamb left school early in late 79. Soon after leaving school, he was sent to Hertfordshire to his ill grandmother, housekeeper in a mansion seldom visited by its owners. സോ 1789 ലാംബ് തൻ്റെ സ്കൂൾ വിടുകയും ആഫ്റ്റർ ദാറ്റ് അദ്ദേഹത്തിനെ തൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. So his grandmother was a housekeeper in a mansion which was seldom visited by its owners. And here he fell in love with Anne Simmons, which was a subject of his earliest sonnets. As an essayist, Lamb is best known for two collections. One is Essays of Elia. Essays of Elia എന്ന് പറയുന്നത് it consists of a series of deeply autobiographical memoirs. അദ്ദേഹം അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരുന്ന പേര് എലിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്യൂഡോണിം ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. സ്യൂഡോണിം മീൻസ് പെൻ നെയിം എന്നൊക്കെ നമുക്ക് പറയാം, തൂലികാനാമം എന്നൊക്കെ പറയുന്നതാണ്. ആൻഡ് ഇറ്റ് വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ആസ് എ സീരിയൽ ഫോർ ലണ്ടൻ മാഗസിൻ. സോ ഇംഗ്ലീഷ് എസ്സേയിൽ തന്നെ ഏറ്റവും ഫൈനസ്റ്റ് ഏർലി എക്സാമ്പിൾസ് ഓഫ് ഇംഗ്ലീഷ് ഫോം ഇൻ എസ്സേ ഫോം ഇൻ ഇംഗ്ലീഷ് എന്നറിയപ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസ് ഓഫ് എലിയ എന്ന് പറയുന്നത്. രണ്ടാമത് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള വർക്ക് ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ. ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഷേക്സ്പിയറിയൻ പ്ലേസിൻ്റെ ഒരു റീടെല്ലിംഗ് ആണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീടെല്ലിംഗ് ആയിട്ടാണ് ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത്. Lamb was a minor poet of the Romantic period, but he is one of its most invaluable authors. So as a poet എന്നുള്ള രീതിയിൽ മേ ബി he is a minor one, പക്ഷേ റൊമാൻറ്റിക് ഏജിലെ റൈറ്റേഴ്സിന് എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിൽ കണക്കാക്കുന്ന ഒരാൾ തന്നെയാണ് ചാൾസ് ലാംബ് എന്ന് പറയുന്നത്. Moving on to the summary part of Dream Children, a Reverie. So it is a personal essay written by Lamb which is narrated by Elia. Elia എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു എസ്സേ നറേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി എസ്സേ ആണ് എങ്കിലും ഇറ്റ് ഈസ് എൻ കൈൻഡ് ഓഫ് ഇൻഫോർമൽ എസ്സേ. ഇൻഫോർമൽ എസ്സേ കാറ്റഗറിയിൽ പെടുന്നതാണ്. അതായത് നമ്മൾ സാധാരണ ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു കഥ പറയുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒരു കഥയായിട്ടാണ് ഈ ഒരു എസ്സേ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആൻഡ് എലിയ ഈസ് ദ പേഴ്സൺ ഹു ഈസ് നറേറ്റിംഗ് ദ എസ്സേ. എലിയ എന്ന് പറയുന്നത് ആക്ച്വലി ഹീസ് എ ലോൺലി ബാച്ചുലർ ഹു ഡ്രീംസ് ഓഫ് ഷെയറിംഗ് ദ ലവ്ഡ് വൺസ് ഓഫ് ഹിസ് പാസ്റ്റ് വിത്ത് ഹിസ് ചിൽഡ്രൻ. എലിയ ഒരു ബാച്ചുലർ ആണ്, ബട്ട് ആക്ച്വലി ഇൻ ദിസ് പെർട്ടിക്കുലർ എസ്സേ ഹീസ് ഡ്രീമിംഗ് ഓഫ് ഷെയറിംഗ് ദ ലവ്ഡ് വൺസ് ഓഫ് ഹിസ് പാസ്റ്റ് വിത്ത് ഹിസ് ചിൽഡ്രൻ. എലിയ ഇറ്റ് ഈസ് എ semi-autobiographical persona adopted by Lamb in many of his essays. So moving on to the summary part, Elia tells his children about their great-grandmother Field. ഇപ്പോൾ ഇത് തുടങ്ങുന്നത് ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് എലിയ എന്ന് പറയുന്ന പേഴ്സൺ തൻ്റെ കുട്ടികളോടായിട്ട് ഈ ഒരു തൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഫീൽഡ് എന്ന് പറയുന്ന ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഫീൽഡ് ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ് ഇൻ നോർഫോക്ക്. Many people believe the house was the site of a great tragedy. So we all know that ഏതെങ്കിലും ഒരു പ്ലേസിൽ വലിയൊരു മാൻഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു വീടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ വീടുമായിട്ട് കുറേ കെട്ടുകഥകളും ട്രാജഡീസും ഒക്കെ ആ നാട്ടിൽ പരക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അവിടെ ഒരു ചിമ്മിനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വുഡൻ ചിമ്മിനിയാണ്. ആ വുഡൻ ചിമ്മിനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആൾക്കാർ ഒരുപാട് ട്രാജഡിയും കഥകളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലേറ്റർ
that wooden chimney was replaced by a marble one. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എലിയ തൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് ആലസ്, ദാറ്റ് ഇസ് ദ ഗേൾ, ഒരു ചെറിയൊരു ഡിസാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്നുണ്ട്. ആ ഒരു വുഡൻ ചിമ്മിനി മാറ്റി മാർബിൾ വെച്ചതിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഈ സ്റ്റോറിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഫീൽഡ് വാസ് എ പയസ് വുമൻ. പയസ് വുമൻ മീൻസ് എ റിലീജിയസ് വുമൻ ഹു വാസ് ബിലവ്ഡ് ബൈ എവ്രി വൺ. എല്ലാവരാലും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു റിലീജിയസ് പേഴ്സണാലിറ്റി ആയിരുന്നു നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് ഷീ വാസ് ആക്ച്വലി നോട്ട് ദി ഓണർ ഓഫ് ദി ഹൗസ്, റാദർ ഷീ വാസ് ഇൻട്രസ്റ്റഡ് വിത്ത് ഇറ്റ്സ് കീപ്പിംഗ് ബൈ എ വെൽത്തി ഇൻഡിവിജ്വൽ. ഇത് ഫീൽഡിൻ്റെ സ്വന്തം മാൻഷൻ ആയിരുന്നില്ല ആക്ച്വലി. ആ ഒരു വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താനായിട്ട് ഒരു വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഫീൽഡിനെ ഏൽപ്പിക്കുകയായിരുന്നു. Field maintained the house with great care, and actually Elia laments that upon her death all of Norfolk Estate's beautiful antique ornaments and decorations were shifted to the owner's other home. അപ്പോൾ എലിയ ഇതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യം, ഫീൽഡ് വളരെ പ്രോപ്പറായിട്ട് വിത്ത് ഗ്രേറ്റ് കെയറോട് കൂടിയാണ് ആ ഒരു ഹൗസിനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ആൻഡ് ഹി ലാമൻസ് ദാറ്റ് upon Field's death all the antique decorations and ornaments which was in that house were shifted to the owner's other home. ഓണറിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് ഇതിനെയെല്ലാം മാറ്റി. So Elia feels that those decorations looked awkward and displaced among the more modern finishing, because ഈ ഒരു മാൻഷൻ്റെ അകത്ത് ഉണ്ടായിരുന്നതെല്ലാം ആൻറ്റീക്ക് പീസുകളായിരുന്നു. സോ ഒരു മോഡേൺ ഹൗസിൽ ഈ ആൻറ്റീക്ക് പീസുകൾ വളരെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടും ഓക്വേർഡ് ആയിട്ടും തോന്നുന്നു എന്നുള്ളതാണ് എലിയ പറയുന്നത്. And Field was a respectable persona that her funeral was attended by a great number of people. അപ്പോൾ ഫീൽഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ he was beloved by everyone and he was a respectable persona too, because അതെടുത്ത് പറയാൻ കാരണം when she died a great number of people attended her funeral. Her religious devotion was really admirable, that he could recite both the Psalms and parts of the Bible from memory. നേരത്തെ പറഞ്ഞു ദാറ്റ് ഷീ വാസ് എ വെരി റിലീജിയസ് പേഴ്സണാലിറ്റി. അപ്പോൾ ബൈബിളിലെ ചില ഭാഗങ്ങളും ഒക്കെ സ്തുതികളും കീർത്തനങ്ങളും ഒക്കെ വളരെ തൻ്റെ ഓർമ്മയിൽ നിന്നും എടുത്ത് ചൊല്ലാനായിട്ട് കഴിവുള്ള ഒരു ഓൾഡ് വുമൻ ആയിരുന്നു ഈ ഫീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് ഷീ വാസ് ഓൾസോ ആൻ എക്സലൻറ്റ് ഡാൻസർ. But later she was stricken with cancer which made dancing painful. ഒരു എക്സലൻറ്റ് ഡാൻസർ ആയിരുന്നു. യൂത്ത് ടൈമിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡാൻസർ കൂടിയായിരുന്നു ഫീൽഡ് എന്ന് പറയുന്നത്. ബട്ട് ലേറ്റർ ആക്ച്വലി ഷി വാസ് സ്ട്രിക്കൺ വിത്ത് ക്യാൻസർ ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഡാൻസിങ് ബിക്കം എ പെയിൻഫുൾ തിങ് ഫോർ ഹർ. സോ അതുകൊണ്ട് തന്നെ ഡാൻസിങ് ഒക്കെ നിർത്തുകയുണ്ടായി. In spite of the pain of her disease, she always maintained a positive attitude and was kind always. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഡ്രെഡ്ലി ഡിസീസ്. ഈവൻ ആഫ്റ്റർ affecting with such a dreadful disease, she never had a മെലങ്കലിക് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്. ഒരിക്കലും ഒരു നെഗറ്റിവിറ്റി മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഷീ ഓൾവേസ് ട്രൈഡ് ടു മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വാസ് കൈൻഡ് ഓൾവേസ്. സോ എലിയ റീകാൾസ് ഹിസ് വിസിറ്റ് ടു ഫീൽഡ്സ് ഹോം ഇൻ ഹിസ് യൂത്ത്. And Field believed that she could see the ghost of 2 infants in that house. ആ വീട്ടിൽ 2 കുഞ്ഞു കുട്ടികളുടെ പ്രേതങ്ങളെ സ്റ്റെയർ കേസിൽ കാണാറുണ്ട് എന്ന് ഫീൽഡ് എപ്പോഴും പറയുമായിരുന്നു. And as they were 2 innocent infants, she never get alarmed of their presence. അത് വളരെ നിഷ്കളങ്കരായിട്ടുള്ള 2 കുട്ടികളായതുകൊണ്ട് തന്നെ ഒരിക്കലും ഫീൽഡ് അതിനെക്കുറിച്ച് ഓർത്ത് വെറീഡ് ആയിരുന്നില്ല. അവരെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റണം, അതിനെക്കുറിച്ചൊന്നും ഫീൽഡ് ചിന്തിച്ചിരുന്നില്ല. സോ ഫ്രം ദിസ് എക്സ്പ്ലനേഷൻ ഓഫ് എലിയ റിഗാർഡിംഗ് ഫീൽഡ് we will get a picture of who was ഫീൽഡിനെ കുറിച്ചുള്ള എൻ്റയർ ഒരു പിക്ചർ തന്നെ നമുക്ക് കിട്ടുകയാണ്. ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഈ ഇതിൽ നിന്ന് കിട്ടുകയാണ്. ദാറ്റ് ഷി വാസ് എ വെരി റിലീജിയസ് പേഴ്സൺ, ഷി വാസ് റെസ്പെക്റ്റബിൾ ബൈ ഓൾ ദ പീപ്പിൾ. അപ്പോൾ എങ്ങനെയാണ് ആ വീട് നോക്കിയിരുന്നത്, അത് ആ ഒരു വീട് എങ്ങനെയാണ് പുള്ളിക്കാരി മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ദെൻ she was an excellent dancer and she was stricken with cancer, but even after affecting with such a dreadful disease, how she outlook her life. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരു ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഫീൽഡ് നമുക്ക് അവിടെ കിട്ടുവാണ്.
Then, so about the ghost, young Elia was terrified of this thought even though he never saw the ghost. അപ്പോൾ എലിയ ഈ പറയുന്ന സമയത്തൊക്കെ എലിയ വളരെ കുഞ്ഞു കുട്ടിയായിരുന്ന ടൈമിലുള്ള കാര്യമാണ് പറയുന്നത്. സോ ഈ ഒരു ഗോസ്റ്റ് അവിടെ ഉണ്ട് എന്നുള്ളൊരു തോട്ട് എലിയെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നിരുന്നു. ഈവൻ he had problem with sleeping in that house because ഈ ഒരു പ്രേതം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ എലിയ പലപ്പോഴും ഉറങ്ങാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. ബട്ട് he had never seen such ghost in that house. ഒരിക്കൽ പോലും ഗോസ്റ്റിനെ കണ്ടിട്ടില്ല, even though he had such a terrified feeling inside him. So Elia describes how he used to wander around the great mansion and its expansive gardens. So Elia തൻ്റെ ആ കുട്ടികളോട് വിവരിച്ചു കൊടുക്കുകയാണ് how he used to wander around that mansion and its expansive gardens. Then ഇത്രയും പറഞ്ഞതിന് ശേഷം എലിയ then explaining the children about their uncle John L, who was the favorite person of both Field and Elia. എലിയയുടെയും അതുപോലെ തന്നെ ഫീൽഡിൻ്റെയും വളരെ ഫേവറേറ്റ് പേഴ്സൺ ആയിരുന്ന ജോൺ എല്ലിനെ കുറിച്ച് പറയുകയാണ്. സോ ജോൺ എൽ വാസ് ദി എൽഡർ ബ്രദർ ഓഫ് എലിയ. അപ്പോൾ എലിയ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഫീൽഡിന് തൻ്റെ ഗ്രാൻഡ് സൺസിന് എല്ലാവരെയും ഒരുപോലെ ഇഷ്ടമായിരുന്നു എങ്കിൽ കൂടിയും ജോൺ എല്ലിനോടൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെ ഫീൽഡ് എപ്പോഴും കാണിച്ചിരുന്നു എന്നാണ് എലിയ പറയുന്നത്. സോ ജോൺ എൽ വാസ് എ ഹാൻസം ആൻഡ് സ്പിരിറ്റഡ് യൂത്ത് ഹു വാസ് ഓൾവേസ് കൈൻഡ് ആൻഡ് പേഷ്യൻറ്റ്, ക്യാരിയിങ് എലിയ അറൗണ്ട് ഓൺ ഹിസ് ബാക്ക് വെൻ എലിയ ഇൻജുർഡ് ഹിസ് ഫുട്ട്. So about John L, he was a very handsome and spirited youth who was always kind and patient. വളരെ ദയാലുവായിട്ടുള്ള ഒരു പേഷ്യൻസ് ഉണ്ടായിരുന്ന എന്താ പറയുക ഒരു ഹാൻസം സ്പിരിറ്റഡ് യൂത്ത് ആയിരുന്നു ജോൺ എൽ എന്ന് പറയുന്നത്. എലിയയുടെ കാലിൽ ഇഞ്ചുറി പറ്റിയപ്പോഴൊക്കെ തന്നെ ചുമലിൽ എടുത്തുകൊണ്ടാണ് ജോൺ എൽ അവിടെയെല്ലാം നടന്നിരുന്നത് എന്ന് എലിയ മെൻഷൻ ചെയ്യും. And Elia laments that he was never as kind or patient with John when he became lame-footed later in his life. But also Elia is lamenting about he was never as kind as John. ജോൺ എത്രത്തോളം എലിയോട് ആ ഒരു കൈൻഡ്നെസ് കാണിച്ചിരുന്നു, പക്ഷേ തിരിച്ചത്രമാത്രം ഒന്നും കൈൻഡ്നെസ് ജോണിനോട് കാണിക്കാൻ തനിക്ക് സാധിച്ചിരുന്നില്ല. ബിക്കോസ് ലേറ്റർ ഇൻ ഹിസ് ലൈഫ് ഹി ബിക്കം ലെയിം ഫൂട്ടഡ്. അപ്പോൾ ആ ഒരു ലെയിം ഫൂട്ടഡ് ആയ സമയത്ത് ജോണിനോട് തനിക്ക് കരുണയോ സഹതാപമോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ആസ് മച്ച് എസ് ജോൺ വാസ് ടുവേർഡ്സ് എലിയോട് ജോൺ കാണിച്ചിരുന്ന ആ ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ ആ ഒരു കെയറോ ഒന്നും തനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നതിനെക്കുറിച്ച് ഓർത്ത് എലിയ ലാമെൻറ്റ് ചെയ്യുകയാണ്. ആൻഡ് എലിയ വാസ് കൺസ്യൂംഡ് ബൈ എ ഗ്രേറ്റ് സോറോ വെൻ ഹിസ് ബ്രദർ ഡൈഡ്. തൻ്റെ ബ്രദർ മരണപ്പെട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടത്തോടെ കൂടിയാണ് എലിയ നിന്നിരുന്നത്. ഒന്ന് ബ്രദർ മരണപ്പെട്ടു എന്നുള്ളതും അതിനോടൊപ്പം തന്നെ ഹി ഹാഡ് എ റിഗ്രറ്റ്, എന്താണ് തന്നെ പരിചരിച്ച പോലെ തനിക്ക് തൻ്റെ ജ്യേഷ്ഠനെ പരിചരിക്കാനായില്ലല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റും ഉണ്ടായിരുന്നു. സോ ദ ചിൽഡ്രൻ സ്റ്റാർട്ടഡ് ക്രൈയിങ് അറ്റ് ദിസ് പോയിന്റ്, ആസ്കിങ് നോട്ട് ടു ഹിയർ അബൌട്ട് ദിയർ അങ്കിൾ ബട്ട് ടു ഹിയർ അബൌട്ട് ദിയർ ഡെഡ് മദർ ഇൻസ്റ്റെഡ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ചിൽഡ്രൻ കരയാൻ തുടങ്ങുകയാണ്. ഈ ഒരു അങ്കിളിൻ്റെ കാര്യം കേട്ടിട്ട് അവർ കരയുന്നു. ആൻഡ് ദേ ജസ്റ്റ് ടെൽ ഹിം ദാറ്റ് ദേ ഡോണ്ട് വോണ്ട് ടു ഹിയർ അബൌട്ട് ദി അങ്കിൾ എനിമോർ ബട്ട് ദേ വോണ്ട് ടു ഹിയർ അബൌട്ട് ദിയർ ഡെഡ് മദർ. ഇനി അങ്കിളിനെ കുറിച്ച് കേൾക്കണ്ട, പക്ഷേ താൻ മരണപ്പെട്ടു പോയ അവരുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറയുവാണ്. So Elia begins to tell about the 7 years he spent courting their mother after so much rejection. അപ്പോൾ 7 വർഷക്കാലത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. ആലിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. 7 വർഷം താൻ എങ്ങനെയാണ് ഈ കുട്ടികളുടെ മദറുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ലവ് റിലേഷൻഷിപ്പ് ഈവൻ ആഫ്റ്റർ ഷീ റിജക്റ്റിംഗ് സോ മെനി ടൈംസ് എങ്ങനെയാണ് തൻ്റെ ലവ് ലൈഫ് പോയതെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. വൈൽ എക്സ്പ്ലെയിനിങ് ഹീ സഡൻലി ലുക്സ് അറ്റ് ഹിസ് ഡോട്ടർ ആലിസ്. He saw both the children getting fainter to his view, disappearing into nothingness. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സഡൻലി ഹീ ഈസ് ലുക്കിംഗ് അറ്റ് ഹിസ് ഡോട്ടർ. ഡോട്ടറിൻ്റെ പേരും ഇവിടെ ആലിസ് എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ആലിസിനെ നോക്കുമ്പോഴേക്കും അദ്ദേഹം കാണുന്നത് 2 കുട്ടികളും അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ നിന്നും മങ്ങിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. ദൂരേക്ക് ഇങ്ങനെ മാഞ്ഞു പോയി പതിയെ അവരെന്താണ് ഒന്നുമില്ലായ്മയിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് അവർ ഡിസപ്പിയർ ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. Suddenly, he hears a voice telling him they are not Alice's children, that the real father of Alice's children is a man named Batum,
ആൻഡ് ദേ ആർ ജസ്റ്റ് ഡ്രീംസ്. അപ്പോൾ ഈ അദ്ദേഹം പെട്ടെന്നൊരു വോയിസ് കേൾക്കുകയാണ്. ആ വോയിസിൽ പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിനോട് ഇങ്ങനെയാണ് പറയുന്നത്, അവർ ആലിസിൻ്റെ കുട്ടികളല്ല, ആലിസിൻ്റെ കുട്ടികളുടെ യഥാർത്ഥ അച്ഛൻ്റെ പേരെന്ന് പറയുന്ന ബാർട്രം എന്നാണ്, ഇത് വെറും നിന്റെ സ്വപ്നം മാത്രമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു വോയിസ് അദ്ദേഹം കേൾക്കുന്നു. ആൻഡ് ഹി വേക്സ് അപ്പ് ഫ്രം ദ ഡ്രീം വിത്ത് ബ്രിഡ്ജറ്റ് ബൈ ഹിസ് സൈഡ് ആൻഡ് ജോൺ എൽ ഗോൺ ഫോർ എവർ. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ അദ്ദേഹം ഞെട്ടി ഉണരുകയാണ്. തൻ്റെ ആം ചെയറിൽ കിടന്ന് അദ്ദേഹം ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ സൈഡിൽ ബ്രിഡ്ജറ്റ് ഹിസ് കസിൻ തൻ്റെ സൈഡിലായിട്ട് ബ്രിഡ്ജറ്റ് സൈഡിലുണ്ട്. ആൻഡ് ജോൺ എൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എൽഡർ ബ്രദർ എന്നേക്കുമായി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. അതായത് ഇത്രയാണ് ആ ഒരു എസ്സേ എന്ന് പറയുന്നത്. സോ ത്രൂ ഔട്ട് ദി എസ്സേ ഞാൻ ചാൾസ് ലാമ്പിൻ്റെ ആ ഒരു ചാൾസ് ലാമ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെങ്കിൽ അറിയാൻ പറ്റും, അതിൻ്റെ അകത്തുള്ള ചില സെയിം നെയിംസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ആവർത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മദറിൻ്റെ പേര് അതിലുള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദറായിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻ ഹിസ് റിയൽ ലൈഫ് ഹി ഹാഡ് എ സിസ്റ്റർ ആൻഡ് എ ബ്രദർ, ഒരു എൽഡർ ബ്രദറും സിസ്റ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രദറിനെ തന്നെയാണ് ഇവിടെ അദ്ദേഹം ജോൺ എൽ എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ആലിസ് എന്ന് പറയുന്നത് തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കഥ മെൻഷൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, ആഫ്റ്റർ ലീവിങ് സ്കൂൾ ഹി വാസ് ആക്ച്വലി സെൻഡ് ടു ഹാർട്ട്ഫോർഡ്ഷെയർ, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു. ആൻഡ് ദെയർ ഹി ഫെൽ ഇൻ ലവ് വിത്ത് എ ലേഡി നെയിംഡ് ആൻ സിമോൺസ് എന്ന് പറയുന്ന ഒരു ലേഡിയുമായിട്ട് ലവ് അഫെയറിലാവുന്നു. ബട്ട് actually that lady got married to some other person because she rejected his proposal and she got married to some other person. So ആ ഒരു ലവ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രാജഡി കൂടിയാണ് ഇതിൻ്റെ അകത്ത് ആലിസ് എന്നുള്ള പേരിൽ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്. സോ he never had married life with this girl, this woman, and they never had a children. So actually all these things existed only in his dreams. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം നിലനിന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കുട്ടികളെന്ന് പറയുന്നതും അതുപോലെ അദ്ദേഹം കല്യാണം കഴിച്ചു എന്ന് പറയുന്നതും എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വപ്നം മാത്രമാണ്. he had a love affair but it wasn't a successful one. So ആ ഒരു ഫെയിലിയറിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ് ഈ എൻറ്റയർ എസ്സേക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഷോർട്ട് ആൻഡ് സിമ്പിൾ എസ്സേ. തൻ്റെ ഇമാജിനറി ചിൽഡ്രനോട് തൻ്റെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ, പാസ്റ്റ് മീൻസ് എസ്പെഷ്യലി അബൌട്ട് ഹിസ് ഗ്രാൻഡ് മദർ ഫീൽഡ്, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദറായ ഫീൽഡിനെ കുറിച്ചും പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ജോൺ എല്ലിനെ കുറിച്ചും തൻ്റെ ഇമാജിനറി കുട്ടികളോട് പറയുന്നതായിട്ടുള്ള ഒരു സ്വപ്നം, അതാണ് ഡ്രീം ചിൽഡ്രൻ റെവറി എന്ന് പറയുന്നത്. Hope you got the essay.